നമസ്കാരം. ലൈറ്റ്സപ്പിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കീഴിലേക്ക് ഇപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. ഗ്രൂപ്പ് സി കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ നിലവിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. 4/2021 നോട്ടിഫിക്കേഷനാണ്. അതായത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. 10ാം ക്ലാസ് +2 ഡിഗ്രിക്കാർക്ക് അയക്കാൻ കഴിയുന്ന ഒരുപാട് വേക്കൻസികളുണ്ട്. അതായത് ഇപ്പോൾ പോസ്റ്റൽ അഡ്രസ്സ് ഉൾപ്പെടെ അവരുടെ വേക്കൻസികൾ നിങ്ങൾക്ക് MTS ആയിരുന്നാലും, ഇപ്പോൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആയിരുന്നാലും, LD ക്ലർക്ക് ആയിരുന്നാലും, ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആദ്യമായി തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ അതിൽ കൂടെ നോക്കിയതിന് ശേഷം ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ അഡ്രസ്സ് ഉൾപ്പെടെ ഈ നോട്ടിഫിക്കേഷൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് പോസ്റ്റൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പോസ്റ്റുകൾ അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. 18 മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. SC OBCക്കാർക്ക് എല്ലാവർക്കും തന്നെ വയസ്സിളവുകൾ 3, 4, 5 വർഷത്തെ വയസ്സിളവുകളും കാര്യങ്ങളും ഇതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. സോ കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ക്വാളിഫിക്കേഷൻ സൂപ്പീരിയൻറ്റൻറ്റിൽ വന്നിരിക്കുന്നത് ഗ്രാജുവേഷൻ ആണ്. കൂടാതെ LD ക്ലർക്കിന് +2 മതി. സ്റ്റോർ കീപ്പറിനും +2 ആണ് ചോദിച്ചിരിക്കുന്നത്. കുക്ക്, പെയിൻറ്റർ 10ാം ക്ലാസ്സും പിന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയ ITI ട്രേഡ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ MTSന് മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഹൗസ് കീപ്പിങ്ങിനായിരുന്നാലും 10ാം ക്ലാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന ഇതിൽ ആപ്ലിക്കേഷൻ ഫോം ഇതിൽ പ്രത്യേകം ഞാൻ എന്തായാലും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ആപ്ലിക്കേഷൻ ഫോം ഉൾപ്പെടെ ഉണ്ട്. അത് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് അപേക്ഷിക്കുക. അതായത് 30 ദിവസത്തിനുള്ളിൽ ഈ അപേക്ഷ നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന അവരുടെ അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ എലിജിബിൾ ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള OBCക്കാർക്ക് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. റിട്ടേൺ ടെസ്റ്റും പിന്നെ സ്കിൽ ടെസ്റ്റിൻ്റെയും കൂടാതെ ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സ്കിൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള അതായത് എങ്ങനെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, അതായത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിനകത്തൊരു ചെറിയൊരു എൻവലപ്പ് എക്സ്ട്രാ വെക്കണം. ആ എൻവലപ്പ് വെച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ആൻഡ് ദ കാറ്റഗറി, ഏത് കാറ്റഗറിയാണ് നിങ്ങൾ, ജനറൽ ആണെന്നുണ്ടെങ്കിൽ ജനറൽ, അതിനുശേഷം നിങ്ങൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് ഇപ്പോൾ MTS ആണെന്നുണ്ടെങ്കിൽ MTS, ഈ കാണുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഇതുപോലെ നിങ്ങൾ പ്രിൻ്റ് ഔട്ടോ അല്ലെങ്കിൽ DTP എടുക്കുക. DTP എടുത്ത് നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ 2 സെക്ഷനിൽ ഫോട്ടോ ഒട്ടിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് വേണം നിങ്ങൾ ഒട്ടിക്കേണ്ടത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്താണ് അതിൻ്റെ ഡൗട്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാവുന്നതാണ്. ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ള ഈ ഒരു ഫോമിലായിരിക്കും ആപ്ലിക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇതിൽ നോക്കാം കഴിയും. പിന്നെ എന്തെങ്കിലും ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.